കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് വിജയം. 23 വർഷങ്ങൾക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് യൂണിയൻ എസ്എഫ്ഐ പിടിച്ചെടുക്കുന്നത്. PGUUC ആയി മുൻമന്ത്രി KT ജലീലിന്റെ മകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ചെയർമാൻ സ്ഥാനത്തേക്ക് ഇൻഡിപെൻഡൻസ് ആണ് ജയിച്ചത്. വർഷത്തെ ഇൻഡിപെൻഡൻസ് ഭരണം അവസാനിപ്പിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ SFI തിരിച്ചുപിടിക്കുന്നത്. പക്ഷേ ഇത്തവണ ചെയർമാൻ സ്ഥാനം ഇൻഡിപെൻഡൻസ് തന്നെ നിലനിർത്തുന്നുണ്ട്. വലിയ ആഘോഷത്തിലാണ് SFI ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉള്ളത്. ഈ ഒരു തിരിച്ചുപിടിച്ച എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെയും അതുപോലെ തന്നെ അധികാരമോഹികളായ ഇടതുപക്ഷ രാഷ്ട്രീയവാദികളെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സംഘടനയായിരുന്നു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ 22 വർഷത്തെ കുത്തക തകർക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. ക്യാമ്പസിൽ വേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 25ഓളം ഡിപ്പാർട്ട്മെന്റ്സിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് അന്വേഷിച്ച് അതിനനുസരിച്ച് അത് കസ്റ്റമൈസ്ഡ് മാനിഫെസ്റ്റോ ഒക്കെ ചെയ്തു. ആ കസ്റ്റമൈസ്ഡ് മാനിഫെസ്റ്റോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നത് നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു മാനിഫെസ്റ്റോ നമ്മൾ തയ്യാറാക്കിയത്. ആ മാനിഫെസ്റ്റോ ആണ് PG വോട്ടുകൾ നമുക്ക് ഏകദേശം വലിയൊരു ഭൂരിപക്ഷം തന്നെ നേടിത്തരുന്നത്. യൂണിയൻ ഓഫീസിൽ ഇരിക്കാൻ വേണ്ടി മാത്രം 16 പേരല്ല, പക്ഷേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടാനുള്ള 16 പേരാണ് ഇവിടെ ഇനി കോളേജിലുണ്ടാവുക എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതോടെ CMC ഇറക്കുന്നത്. PGUUC മുൻമന്ത്രി KT ജലീലിൻ്റെ മകൾ കൂടിയാണ്. പിതാവിൻ്റെ വഴിയിൽ തന്നെയാണോ? പിതാവ് പഠിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദർശശുദ്ധിയായാലും പ്രതിബദ്ധതയായാലും പിതാവിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും UUC PG എന്നുള്ള നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് വിശ്വാസം. വലിയ പദ്ധതിയൊക്കെ ഉണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും നമ്മുടെ PG സ്റ്റുഡൻസിന് 3rd ഇയർ കഴിഞ്ഞാൽ ഒരു 1 ഇയർ മാൻഡേറ്ററി SR-ഷിപ്പ് ഉണ്ട്. പക്ഷേ ഇനഫ് SR സീറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രം എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാൾ ഇവർക്ക് പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റൈപ്പൻ്റൊക്കെ എല്ലാ മാസവും വൈകിട്ടാണ് വരുന്നത്. നമുക്കൊരു 24/7 റീഡിംഗ് റൂം ഇല്ല. ഇവിടെ കാഷ്വാലിറ്റിയിൽ പോലും നമുക്ക് 100% വൈഫൈ സിസ്റ്റം ഇല്ല. പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ. ഫസ്റ്റ് ഇയർ വന്നാൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടുന്നില്ല ഫസ്റ്റ് ഇയർ റെസിഡൻസിന്. അങ്ങനെ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും ബേസിക് ഇഷ്യൂസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ യൂണിയൻ്റെ ലക്ഷ്യം. ഏതായാലും 16-ൽ 13 സീറ്റുകളും നേടിയാണ് SFI ഭരണത്തിലേക്ക് വരുന്നത്. അതിൽ ചെയർമാൻ, ലേഡി വൈസ് ചെയർമാൻ സ്ഥാനം ഇൻഡിപെൻഡൻസ് നിലനിർത്തുകയാണ്. 23 വർഷത്തിന് ശേഷമാണ് SFIയുടെ ക്യാമ്പസിലെ ഈ വലിയ തിരിച്ചുവരവ്.